ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ പ്രതിക്കായി തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെൻസ് അസോസിയേഷൻ ചില ആവശ്യങ്ങളുമായി രംഗത്തെത്തുകയാണ്. അവർക്ക് പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഒരു സ്ത്രീയാണ്. അവരെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. കുട്ടികൾ ജയചന്ദ്രൻ നടന്റെ ഭാര്യ ബസന്തി. എന്താണ് ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പുരുഷ കമ്മീഷനെ പിന്തുണയ്ക്കുന്നവർ വളരെ കുറവാണ് ഈ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും. എന്താണ് നിങ്ങളെ ആദരിക്കാനുണ്ടായ ഒരു കാരണം? എങ്ങനെയാണ് ഈ ഒരു ആവശ്യത്തോട് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത്? അതായത് എനിക്കൊരു പ്രശ്നം വന്ന സമയത്ത് അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പറയാൻ പറ്റില്ല. എന്നാലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഏറ്റവും പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ മനക്കരുത്തോണ്ട് മാത്രം തിരിച്ചു വന്നതാണ്. ഈ മനുഷ്യൻ പെട്ടുപോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് മൊത്തം ആണുങ്ങളാണ്. ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഒരു നിയമം ഉണ്ട് എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന്റെ മുകളിൽ ഒരാളെ ലോക്കാക്കുക എന്ന് പറയുന്നത്, അവർക്ക് ഫാമിലി ഉണ്ട് അല്ലെ. ഞാൻ പറയട്ടെ, ഇന്നിപ്പോ ആ അച്ഛനും അമ്മയും നിങ്ങളൊന്നും ആലോചിക്കുക, അവരുടെ കണ്ണീരിന് എന്താ പകരം കൊടുക്കുക? ഒരാൾക്ക് ഒരു അസുഖം വന്ന് മരിച്ചതാണെങ്കിൽ ഓക്കെ, അങ്ങനെ സമാധാനിക്കുക. ഇതൊരു സ്ത്രീയുടെ രോഗം, അതിന് വേണ്ടിയിട്ട് ഒരാള് ജീവൻ നഷ്ടപ്പെടുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ ഓടട്ടെ. അതാ ഞാൻ പറയുന്നത്. ഒരു കള്ളക്കേസിൽ കുടുക്കി ഈ ആണുങ്ങളൊക്കെ ഓടുന്നുണ്ടല്ലോ, അതുപോലെ ഇവര് ഓടട്ടെ എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ശക്തമായിട്ട് പുരുഷ കമ്മീഷൻ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ശക്തമായിട്ട് കൂടെ നിൽക്കും. ഞാൻ സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ലെന്നാണ് താങ്കൾ? സ്ത്രീകളെ, കുറച്ച് സ്ത്രീകളെ, അതായത് ഒരു 100 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു 30 എണ്ണം കൊല്ലാൻ പോലും പഠിക്കില്ല, കൂടെ നിന്ന് അവർ ചതിക്കും. അത് ഞാൻ എവിടെയും പറയുന്നത്. ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ പറയും. കാരണം എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഞാനൊരു പെണ്ണാണ്, എനിക്ക് നീതി കിട്ടിയിട്ടില്ല. കാരണം ഒരാളൊരു കേസിൽ കുടുങ്ങുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന സ്ത്രീയാണ് അതിജീവിതയായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുക. എത്ര ലക്ഷം രൂപ നഷ്ടമായി എന്നറിയോ? ഞാൻ എന്ത് ചെയ്യും? പോലീസ് എനിക്ക് ഒരു പരിചയമില്ലായിരുന്നു. ഞാൻ എങ്ങനെ സുപ്രീം കോടതി എന്നൊക്കെ കേട്ടിട്ട് മാത്രം, കേൾവി മാത്രം എല്ലാം ഞാൻ ചേട്ടന്റെ കൂടെ നടന്നാ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആരുമില്ല. അച്ഛൻ മരിച്ചു പോയി, അല്ലെങ്കിൽ അച്ഛനെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുമായിരുന്നു. ബാക്കി ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുക. അത് 8 മാസം. ഹൈക്കോടതി 6 മാസം വെച്ചിട്ട് അവര് ജാമ്യം പിന്നെ ഡിസ്മിസ് പറഞ്ഞു. അത് കഴിഞ്ഞ് സുപ്രീം കോടതി എന്നൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ സിനിമയിലൊക്കെ. ഞാൻ അവിടെ വരെ പോയി. എനിക്ക് അറിയാൻ ചെയ്യാത്ത തെറ്റിന് ഇയാൾ അകത്ത് കിടക്കരുതെന്ന് എന്റെ വാശിയുടെ മുകളിൽ ഞാൻ ഓടിയതാണ്. ഒരു സൈഡിൽ പോലീസ്, മറ്റേ സൈഡിൽ നാട്ടുകാര് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട്, അപ്പൊ ഞാനും അതിജീവിതയല്ലേ. അല്ലാതെ ഒരാണിനെ കുറെ നാള് കൂടെ ജീവിച്ചിട്ട് 10 വർഷം കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിചാരിച്ച കാര്യം നടക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന അത് മാത്രമാണോ അതിജീവിതം? എനിക്ക് അറിയുന്നില്ലേ, ഞാൻ അതാ ചോദിക്കുന്നത്. അപ്പം കുറെ കോഴികളുണ്ട്, അതും പറയാം. ആണുങ്ങളിലും കുറെ കോഴികൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ പെണ്ണുങ്ങൾ അത്രയും കുഴപ്പക്കാരല്ല ആണുങ്ങൾ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ജനറലൈസ്ഡ് ചെയ്ത് പറയാൻ കഴിയുമോ? കാരണം ഈ ചിത്രീകരിച്ച് വിടുന്ന ദൃശ്യങ്ങളൊക്കെ ആയാലും ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം ഈ ഒരു പരിഗണനപ്പെടുത്താൻ പറ്റുമോ? അതോ കൂടുതൽ ഇത്തരം കാര്യമാണ്? എല്ലാം പറ്റില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ പിന്നെ കാലിക്കറ്റിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ചെറിയ വാവേനെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ നാട്. അല്ലാന്ന് പറയാൻ പറ്റുമോ? എല്ലാം അവർക്ക് പോയാൽ പോരെ. അവർക്ക് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ബന്ധം, എനിക്ക് നിങ്ങളുടെ കൂടെ താല്പര്യമില്ല എന്ന് ഇവിടെ പോയാൽ പോരെ. ഈ മക്കൾ എത്ര കേസ് നമ്മൾ കേട്ടു അല്ലെ? പിന്നെ അതുപോലെ അമ്മയെ റേപ്പ് ചെയ്യുന്ന ആണുങ്ങളില്ലേ ഇവിടെ, മക്കളില്ലേ? അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാത്തിലും നല്ലതും ചീത്തതും ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, സ്ത്രീകളെ ഇപ്പത്തെ കാലത്ത് ഈ ഒരു നിയമം കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല എന്ന് തന്നെ ഞാൻ പറയും. അതെല്ലാ സ്ത്രീകളെയല്ല, ഞാൻ എടുത്തു പറയുന്ന എല്ലാ സ്ത്രീകളെയല്ല, കുറച്ച് ആൾക്കാർ അതിനു വേണ്ടി തന്നെ ഇവനെ കുടിക്കുന്ന ഇതിലങ്ങ് ജീവിക്കാം, കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ. സ്ത്രീകൾക്ക് മാത്രം അവരുടെ പേര് പറയാൻ പറ്റൂല, അപ്പൊ ആണുങ്ങൾ ലോക്കായി. ഇത് ആണുങ്ങൾക്കും ഇല്ലേ ലൈഫും കാര്യങ്ങളും, അവർക്ക് ഫാമിലി, ഇതൊക്കെ അല്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. ഇപ്പൊ നമ്മൾ എത്ര നല്ല പേരുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കേസ് വന്നാൽ കുറെ ആൾക്കാരെങ്കിലും വിശ്വസിക്കൂല ഇത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പം താങ്കൾ തന്നെ ഈ മെൻസ് കമ്മീഷൻ എന്നുള്ള ആവശ്യമായാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ മുന്നോട്ട് വരുന്നത്. ഈ താങ്കളുടെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണോ താങ്കൾ ഇതിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്? അല്ല, ഞാൻ നേരത്തെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാം മനുഷ്യരായിട്ട് ജനിച്ചതാണ്. അപ്പൊ മനുഷ്യർക്ക് പരിഗണന കിട്ടുക എന്നുള്ളതാണല്ലോ പണ്ട് തൊട്ടേ. നമ്മളൊരു കലാകാരൻ എന്ന നിലയിൽ ഈ ഇന്ന വിഭാഗക്കാരുടെ മുമ്പിൽ മാത്രമേ ഞാൻ മിമിക്രി അവതരിപ്പിക്കൂ, അല്ലെങ്കിൽ ഇന്ന ആളുടെ സിനിമയിൽ അഭിനയം, അങ്ങനെ ഒന്നുമില്ല. ഒരു കലാകാരൻ എന്നെ എല്ലാവരും ഒരുപോലെ വേണം. ഇത് കണ്ടില്ലേ, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവൻ പോവുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ആ മനുഷ്യന് പോയി എന്നുള്ളതേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം, അല്ലാതെ വേറെ ആർക്കും ഒരു നഷ്ടമില്ല. ഞാനും അതുപോലെ തന്നെ ഒരു വിഭാഗം പ്രത്യേക ആൾക്കാർ അവരുടെ സ്ഥാപിത താല്പര്യത്തിന്റെ പേരിൽ ഞാൻ മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തന്നെയാണ് തിരിച്ചു വന്നത്. പക്ഷെ ഞാൻ ജനിച്ചാൽ എന്നായാലും ഒരിക്കൽ മരിക്കും, അത് അവൻ തീരുമാനിച്ചതാ എന്നുള്ള ഒറ്റ പവറിന്റെ പുറത്താണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അത് എന്നെ ആരെയും ഭയപ്പെടുത്താനും എന്നെ വെല്ലുവിളിക്കാനൊന്നും
ആരും വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിലെ വിശ്വസിച്ചു, എന്റെ വിധി. അതുകൊണ്ട് എല്ലാരും അങ്ങനല്ല. കാര്യം ഒരു ചെറിയ സംഭവം അവൻ ചെയ്തിട്ടില്ല, നമുക്കറിയില്ലേ, വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ അറിഞ്ഞോ, സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു വഴക്കുണ്ടാക്കിയിട്ട് വരുമ്പോ എന്താ നമ്മുടെ പേടി? പണ്ടത്തെ കാലത്ത് എന്താ വീട്ടിലറിഞ്ഞു കാണുമോ, അമ്മ അറിഞ്ഞോ, അച്ഛൻ ഇല്ലേ? അതല്ലാതെ അമ്മ അറിഞ്ഞ എന്തേലും ആട്ടെ എന്ന് കരുതുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. ആ അമ്മ അറിഞ്ഞു കാണുമോ, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു വന്ന് ഉരുകി ആ വീട്ടിലെത്തുന്നതിന് മുമ്പ് മരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ അതിനൊന്നും ഒരു വിലയില്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? പക്ഷെ താങ്കളെതിരെ വീണ്ടും ഈ സ്ത്രീവിരുദ്ധം ഇപ്പം പ്രത്യേകിച്ചും മഞ്ജുവാര്യരെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റിട്ടാണ്. പക്ഷെ അത് നേരെ തിരിച്ചല്ലേ വ്യാഖ്യാനിക്കപ്പെട്ടത്? അതാ ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവരോടും ചോദിച്ചാൽ എന്താണ് എഴുതിയത് എന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിയവർക്ക്. അപ്പൊ നമുക്ക് ഞാൻ എന്താ പറയുന്നത്, ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് കേൾക്കുന്ന ഓരോ വിധത്തിലായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ ഇതുപോലെയുള്ളൂ. എനിക്ക് വേണ്ടി എന്റെ കൂടെ തന്നെ ഉള്ള ഒരു സ്ത്രീ, എന്റെ അമ്മയും സ്ത്രീയായിരുന്നു, ഞാൻ കണ്ട ഏറ്റവും ബോൾഡായ സ്ത്രീയായിരുന്നു. എന്റെ അച്ഛന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എന്റെ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ അതുപോലെ സ്ത്രീകള് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ മലയാളത്തിലെ മഞ്ജു വാര്യർ. അപ്പൊ അവരെ പോലെ അങ്ങനെ ആകണം എല്ലാ സ്ത്രീകളും. അത് എന്റെ ഭാര്യയായാലും എന്റെ വീട്ടിലുള്ള മറ്റ് സഹോദരിമാരായാലും അങ്ങനെ ബോൾഡ് ആകണമെന്നാ പറഞ്ഞത്. അപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ടോ? ഈ മാസത്തിലെ 15 ദിവസം മാസമുറ ആകാത്തതിന്റെ കുറ്റം, ബാക്കി 15 ദിവസം അത് കഴിഞ്ഞതിന്റെ കുറ്റം, ഇടയ്ക്കെങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ PCOD കൂട്ടുപിടിച്ചു. അങ്ങനെയാണോ സ്ത്രീകള്? അല്ലെ അങ്ങനെയുള്ള സ്ത്രീകൾ വളരെ പരിമിതമല്ലേ? അല്ല, ഞാൻ അത് ഒന്നുകൂടെ വ്യക്തമായി വായിക്കുക. ഇവിടെയാണ് ഈ കുഴപ്പം. അത്തരം സ്ത്രീകൾ സമൂഹത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് അല്ല, എങ്ങനെ വായിക്കി, ശരിക്കും വായിക്കി. ആ കറക്റ്റ് പോസ്റ്റ് ആണോ? വാർത്തയിലല്ല, ഇങ്ങനെ മടിയായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഉണ്ടെങ്കിൽ പിന്നെയും ബ്രാക്കറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ എന്നാ പറയുന്നത്. അല്ല അത് ക്ലിയർ. അവർക്കൊരു അങ്ങനെയുള്ള സ്ത്രീകൾ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ അവരെ പോലെയല്ല ഇവര് ബോൾഡായിട്ട് വർക്കൗട്ടും ചെയ്ത് ജീവിക്കാൻ പോകാറായിട്ട് പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ ഇവിടെ ചിലര് മഞ്ജു വാര്യരും അപവാദവും രണ്ട് വാക്കും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് എടുത്തിയാടി. ദിലീപിന് വേണ്ടിയിട്ടാണോ പോലുള്ള എല്ലാരും പറയാം ദിലീപ് ഇനിയിപ്പോ രണ്ടുപേരെയും കൂടെ സൂചിപ്പിച്ചിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എത്ര, ഞാൻ സൂപ്പർ സ്റ്റാർ അല്ലേ ഇവിടെ കുറെ വർഷമായിട്ട്. എനിക്ക് പിന്നെ സൂചിപ്പിക്കാൻ നേരെ പോയി രജനീകാന്തിനെ സൂചിപ്പിച്ചൂടെ? അല്ല, അമിതാഭ് ബച്ചനെ സൂചിപ്പിച്ചാൽ അമിതാഭ് ബച്ചന്റെ പടത്തിലും അഭിനയിക്കാം, അഭിഷേക് ബച്ചന്റെ പടത്തിലും അഭിനയിക്കാം. അപ്പൊ എനിക്ക് സൂചിപ്പീരും പരിപാടിയൊന്നുമില്ല. എനിക്ക് അവരെ ആ മഞ്ജുവാരുടെ അവരുടെ ആ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി അങ്ങനെ ആവണം ഇവരോട് തന്നെ. സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും ആ എഴുതിയിലൊരു പ്രശ്നമില്ല, വായിക്കേണ്ട രീതിയിൽ വായിച്ചാൽ മതി. എന്ത് പ്രശ്നമാണ്? ഞാൻ പറയട്ടെ, നിങ്ങൾ ആണുങ്ങളോട് ചോദിക്കുക, അപ്പൊ നിങ്ങളെ ഭാര്യയെ അറിയാതെ മദ്യപിക്കുകയും അവിഹിത ബന്ധത്തിന് പോവുകയും ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് ഇന്നയാൾ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലേ, ഞങ്ങളൊക്കെ പിന്നെ ആരാന്ന് ചോദിച്ചു ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. പണ്ടൊരു കഥയില്ലേ, ഈ കൂടെ രാജാവ് പറഞ്ഞു ഈ കൂടെ കോഴിയെ കട്ടവനുണ്ടെങ്കിൽ അവന്റെ തലയെ പൂട കാണുമെന്ന് പറഞ്ഞ് ഉടനെ തപ്പി നോക്കി, അപ്പൊ അവനെ രാജാവ് പിടിച്ച്. ഇത് അതുപോലത്തെ ഒരു സമയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഉടനെ എന്തിനു ചാടി വീഴുന്നേ? ഉണ്ടെന്ന് അങ്ങനത്തെ സ്ത്രീകളുണ്ട്, ആ സ്ത്രീകൾക്ക് മാതൃകയാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ. അങ്ങനത്തെ സ്ത്രീകൾ അഥവാ ഉണ്ടെങ്കിൽ അവർക്കൊരു അതാണ് മനസ്സിൽ, അത് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ മുകളിൽ അയ്യോ എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റൂല, ഞാൻ പോലീസിൽ അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആണായാലും പെണ്ണായാലും എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങളുണ്ടാവും. ഞാൻ പറയും ചേട്ടടുത്ത് ഓരോ ന്യൂസ് കേൾക്കുന്ന സമയത്ത് അയ്യോ ഈശ്വര, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ട് ജീവിതം മതിയാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരുണ്ടാവും. അല്ല, ഈ പ്രശ്നം വന്നപ്പോൾ ഈ കമന്റ് താങ്കൾ പിന്നീട് ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടു, ഇതിനൊരു മറുപടി കൊടുത്ത്. അങ്ങനെ ഈ ഭർത്താവിന്റെ പോസ്റ്റുകൾക്ക് എപ്പോഴും മറുപടി നൽകാറുണ്ടോ? അതോ ആദ്യമായി നൽകിയൊരു മറുപടി? ആദ്യമായിട്ടാണ്. എന്നെ ഇതുവരെ എവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഫേമസ് ആവാൻ വലിയ താല്പര്യമില്ലേ, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇല്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു, എടാ ജേട്ടൻ അങ്ങനെ തെറി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതോ ഫെമിനിസ്റ്റ് അങ്ങോട്ടാണ് വേണ്ടത്തുള്ള. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചത്, നിങ്ങൾക്ക് നമ്മൾ ഏതിൽ നിൽക്കുന്നതെന്ന് അറിയാതെ ഒരാളെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇഷ്ടത്തിൽ മാന്യമായ ഭാഷയിൽ പ്രതികരിക്കും. ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് അയച്ചു. തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാക്ക് വാങ്ങിയിട്ട് ക്യാൻസർ ഒന്നും വന്ന് ചാവേണ്ട. അത് നമ്മുടെ നാട്ടിൽ കൊളോക്കിലി പറയുന്ന, പണ്ട് പറയുന്നത് പാണ്ടിലോറി കയറി ചാവുന്നു.
അത് വരാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ എന്റെ ഫീലിങ്സിൽ ഞാൻ പറഞ്ഞത് ഒറ്റ ആളുടെ അടുത്ത് പറഞ്ഞതാ. അത് അവര് എന്റെ വോയിസ് എടുത്ത് റീപോസ്റ്റ് ചെയ്തു. പിന്നെ ഫുള്ള് അപ്പൊ ഞാൻ പെണ്ണല്ലേ, കേരളം മൊത്തം കേട്ടില്ല എന്റെ വോയിസ്. പക്ഷെ എനിക്ക് നന്നായി. മനോരമയിലൊക്കെ എന്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നപ്പോ ഞാൻ ചരമംഗോളത്തിലൊക്കെ വരുവുള്ളൂ എന്നാണ് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര കുറച്ച് ഫേമസ് ആക്കി തന്നത് കൊണ്ട് സന്തോഷം. കൂടുതൽ ആളുകളിലേക്ക് എത്തി. കൂടുതൽ ആളുകളിലേക്ക് എത്തി. അങ്ങനെയാണോ? അങ്ങനെ പെരുമാറുന്ന സ്ത്രീകളുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരുപാട് പേര് അങ്ങനെ ഈ ഒരു കേസിലുപരി നിങ്ങൾക്ക് വേറൊരു കാര്യം പറയട്ടെ, ഇവർ ഈ പോസ്റ്റില് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഭാരത സ്ത്രീകൾത്തിന് ഭാവശുദ്ധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കുറച്ച് സ്ത്രീകൾ ഈ ഇടുന്ന കമന്റിൽ അവര് തെറി വിളിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ആൾക്കാർ എന്താ അവരോട് പറയേണ്ടത്? അവർ മനഃപൂർവ്വം അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ 4 തെറി വിളിച്ചേക്കാം, എനിക്കൊന്നും ബാധിക്കില്ല. എന്റെ വീട്ടിലിരുന്നിട്ട് കാരണം അയാൾക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് മറ്റുള്ള ആൾക്കാരുടെ അടുത്താണോ തീർക്കേണ്ടത്? ദിലീപ് ഏട്ടനെ അല്ലെ സിദ്ദിഖ് ഏട്ടനെ അല്ലെ ജയേട്ടനെ? ഇവർക്കൊന്നും സമയമില്ല പ്രതികരിക്കാനൊന്നും. പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഫേക്ക് ഐ ഡി ആണെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ ഇതിന് പിന്നാലെ തന്നെ ഞാൻ പോകും. ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട് കുറെ അനാവശ്യമായിട്ട് നമ്മുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാർ അവരെ പിന്നെ ഞാൻ പോയിട്ടുണ്ട്. മെനക്കെടണം നമ്മളതിന്റെ പിന്നെ. എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അനാവശ്യമായിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും. ഇതിനുവേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. ഈ മെൻസ് കമ്മീഷന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം ആ സമയത്ത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത രാഹുലാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. നമുക്ക് ഇപ്പോഴും പോലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ രാഹുലിന്റെ കൂടെയും എല്ലാ ആണുങ്ങൾക്ക്, അതായത് നമുക്ക് നോക്കുമ്പോൾ അറിയാലോ ആള് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് ആണായാലും പെണ്ണായാലും രണ്ടുപേരുണ്ടാവും. അതിപ്പോ ഈ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്ത് ജയചന്ദ്രനെ മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വരെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആളുകളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ വരുന്നില്ലേ ഈ നമ്മൾ ഈ പറയുന്ന അത്തരം കാര്യങ്ങൾ കൂടെ? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ കല്യാണം ചേട്ടനായിട്ട് നിൽക്കുന്നു, അങ്ങനെ ഞാൻ വേറെ ഒരാളായിട്ട് റിലേഷനിലാവുന്നത്. അപ്പം ഈ മനുഷ്യനെ ചതിച്ചിട്ട് പോകുന്ന എന്നെ അയാൾ വിശ്വസിക്കുമോ? ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ജെനുവിൻ ആയിട്ട് ഇത്തിരി സ്നേഹം കിട്ടാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അല്ലാതെ ഇത്രയും ഒരു കുറേ നാൾ നിന്നിട്ട് നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ന്യായമല്ലേ? കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് എങ്ങനെയാ അതിജീവിതയാവുന്നത്? എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, എന്റെ വീട്ടുകാർ കല്യാണം കഴിച്ച് കൊടുത്തൊരു ഹസ്ബൻഡ് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇയാളെ കളഞ്ഞിട്ട് പോയതാണെങ്കിൽ ഓക്കെ, അവർ പറയുന്നതിൽ ന്യായമുണ്ട്. ഇത് കൂടെ കഴിഞ്ഞുകൊണ്ട് വേറെ ഒരാളെ എന്തെങ്കിലും കാര്യത്തിന് കണ്ടിട്ടായിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ പിന്നെ 1 2 3 കഴിഞ്ഞു, ഇനി വരാൻ അത് മനസ്സിലായി. അതാ ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ജയന്റെ കൂടെ നിന്നുകൊണ്ട് ഞാനിപ്പോ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ കൂടെ പോയി, അയാൾക്ക് ഫ്ലാറ്റ് ഉണ്ട്, അയാൾ എനിക്ക് കാറ് വാങ്ങി തരും, ഇയാളുടെ കയ്യിൽ അത്രയും ഇല്ല എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ പറയാം 10 വർഷമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കാന്ന് പറയാം. എന്ത് ന്യായം അതിലുള്ളത്? എനിക്ക് ഇവിടെ ഉള്ള ഒരാളല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന ആള് ഈ മനുഷ്യൻ മാറിയില്ലേ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാല്? അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് ഈ ബന്ധം വേണ്ട, ഞാൻ വേറെ ആളുടെ കൂടെ പോവാം. എനിക്ക് എന്റെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഈ ആളുടെ കൂടെയാണ്. പിന്നെ ഞാൻ വേറെ പോയി കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? ഒരു നിയമം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രാഹുലിനെ പോലുള്ളവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ രണ്ട് സൈഡും കേൾക്കണമെന്ന് ഞാൻ പറയുന്നത്. അയാൾക്ക് പറയാനുള്ളത് ആരും കേൾക്കുന്നില്ല, അയാളെ മാത്രം ഓടിക്കുക. അപ്പൊ അതല്ല, എന്തെങ്കിലും ഒരു കാരണം അയാൾക്ക് പറയണ്ടേ? കാരണം ഞാൻ അമ്മയൊക്കെ കണ്ടപ്പോ അവർക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഇല്ലേ. കാരണം അയാളെ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് വന്നതാണെന്ന് എനിക്ക് കേട്ടിട്ട് തോന്നി. എനിക്ക് അറിയില്ല, അതിന്റെ കേസിലെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷിക്കാൻ പോകലില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ കല്ല് കൊണ്ടൊരു മതിയായിട്ട് നമുക്ക് എവിടുന്ന സ്നേഹം കിട്ടുന്നത് വെച്ചാൽ അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അറിയില്ല. പക്ഷെ ഞാൻ ഒറ്റ നോട്ടത്തിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഉള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോൾ പറയുന്നത് ഈ ദീപകിന്റെ ഒരു മരണം എന്ന ഒറ്റ കാര്യം കൊണ്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെ മൊത്തം റദ്ദാക്കണം, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ മൊത്തത്തിൽ കുഴപ്പക്കാരാണ്, ഈ ജനുവിനായിട്ടും സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഗോവിന്ദചാമിയുടെ കേസിൽ ആ കുട്ടിയുടെ കാര്യം, മറ്റേ ഡൽഹിയിലെ പെൺകുട്ടിയുടെ കാര്യം, അവർക്കൊക്കെ നീതി കിട്ടുക അതൊക്കെ നമുക്കറിയാം. അവർക്ക് ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ ക്രിമിനൽസ് കുറെ പേര് ഒന്നിച്ച് വന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അവർ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അത് മുന്നിൽ കാണും. അപ്പൊ ഞാൻ പോയാലും എനിക്ക് ഇങ്ങനെ ഇവൻ കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ, ഞാൻ കാണിച്ചു തരാം, അങ്ങനെ പോകുന്ന സ്ത്രീകളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, രണ്ടാൾക്കാർ പ്രേമിച്ചു, അവർ രണ്ടുപേരും സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരാം, അല്ലെങ്കിൽ ഇവൾക്ക് വേറൊരു കാമുകനുണ്ടെന്ന് ഇവനത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്നാ കിടക്കട്ടെ ഒരു കേസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇത് നമുക്ക് പേഴ്സണൽ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു കേസുണ്ട് ട്രിവാൻഡ്രത്ത്. അവരെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയാം ഈ കുട്ടി അനങ്ങി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് അവൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കും. അപ്പൊ അതോ മനസ്സിലായില്ല. പക്ഷെ പലതും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടെ ഇവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഓരോരുത്തരെ പ്രേമിക്കുക, എന്നിട്ട് അവനൊക്കെ ഈ പറഞ്ഞ പീഡിപ്പിച്ചതിന്റെ ഓരോരോ ആൾക്കാർക്കും 23 വർഷം ശിക്ഷ കിട്ടുക, എന്നിട്ട് കാശ് കിട്ടും. അത് വെച്ചിട്ട് ഇവര് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പൊ എന്താ ചേച്ചി ചെയ്യാൻ അവളെ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറയാനാ? അങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളെടുത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കണോ എന്നുള്ളത് നമ്മളെ 2 പ്രാവശ്യം വെച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ആരോഗ്യം ദേഷ്യം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും
അതൊന്നും അത്ര നല്ല കാര്യം. നാളെ നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം ഇദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും പറയാം. ഇല്ലേ? അതല്ല ഞാൻ പറയാം, എനിക്കെതിരെന്നല്ല, ഇപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, എന്നെ ഇങ്ങനെ കാണിച്ചു നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളകത്ത് പിന്നെ നോക്കുമ്പോ ഒരേ ലൊക്കേഷനിൽ ഒരേ സമയത്ത് ഒരേ ലൊക്കേഷൻ, അപ്പൊ ഇങ്ങനെ കാണിച്ചു കാണൂന്നങ്ങ് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് എനിക്ക്. ഉണ്ടാവും ഈ ഒരു തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ 8 മാസം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ 8 മാസം ഒരാൾ ഒളിവിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒളിവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നിയമത്തെ പേടിച്ച് ഓടുക എന്നല്ല, നമുക്ക് ചെയ്തിട്ടില്ല, ജയിലിൽ കിടക്കാൻ എനിക്ക് പേടിയുണ്ട്, എനിക്ക് നീതി കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ കോടതിയിൽ കൊടുത്തിരിക്കുക, മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുന്ന സമയത്ത് മാറി നിന്നേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കാൻ വേണ്ടി, കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത്. കാരണം ഈ പറഞ്ഞ പോലെ വലിയ കോടീശ്വരന്മാർ നോർമലായിട്ട് ലൈഫിൽ പോയിക്കൊണ്ടിരുന്നതാ. അപ്പൊ ഒരുപാട് കാശും ചെലവായി, അറിയാത്തൊരു സുപ്രീം കോടതി വരെ 6 ബസ് എന്നാണ് സാറായിരുന്നു. സാറൊക്കെ ആയതുകൊണ്ട് കറക്റ്റ്, അതായത് യാതൊരു കണ്ടീഷനും ഇല്ലാതെ അവിടുന്ന് ബെയില് കിട്ടി. അപ്പൊ ബാക്കി കാര്യങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാനും പറ്റില്ല. എന്തായാലും ആളുകളുണ്ടെങ്കിൽ സമീപിക്കുക അല്ലേ? തീർച്ചയായിട്ടും സമീപിക്കാം. ആരും ആത്മഹത്യ ചെയ്യരുത്. എന്തായാലും ഇത്തരത്തിൽ പീഡനം നേരിടുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ സമീപിക്കുക. ശക്തമായി തന്നെ അവരോടൊപ്പം നിലൂർ ഉറപ്പിക്കും. ഒപ്പം ഈ രാഹുലിനോടക്കമുള്ളവരോട് ചേർന്ന് അവർക്ക് വേണ്ട സഹായം നൽകുകയും ചെയ്യുമെന്നാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.